ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പെപ്പർ ചിക്കനാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ചെറിയൊരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു 3 ഏലക്ക എന്നിവ എടുത്തിട്ടുണ്ട്. കുരുമുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. അതേസമയം വീട്ടിൽ ഉണക്കി പൊടിച്ച കുരുമുളകാണെങ്കിൽ എപ്പോഴും എരിവ് ജാസ്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഭയങ്കര ഒരു കുത്തലായിരിക്കും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ചിക്കനിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമ്മളിത് ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല. നമ്മുടെ മസാല തയ്യാറാവുന്ന ഒരു സമയം വരെ മാത്രം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കുരുമുളകും പെരിഞ്ചീരകവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു പഴയ നോൺ സ്റ്റിക്കാണ് കേട്ടോ. ഈ നോൺ സ്റ്റിക്ക് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി, ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ തന്നെ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് പൊടിച്ചെടുത്ത് സൈഡിൽ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴിയുള്ള കടായിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2-3 സ്പ്രിഗ് എടുത്തോളൂ. കറിവേപ്പില കൂടുതൽ ഈ ഒരു കുരുമുളകിൻ്റെ കൂടെ ആകുമ്പോൾ ടേസ്റ്റാണ്. കറിവേപ്പില, ഒരു 2 പച്ചമുളക് ഇതുപോലെ ഓരോന്നും ഒരു 4 പീസാക്കി മുറിച്ചിട്ടുള്ളത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് ചെറിയുള്ളി, വലിയ ഉള്ളി അല്ല കേട്ടോ, ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, റൗണ്ടിലല്ല, നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ഉള്ളിയും ചേർക്കാം ചെറിയുള്ളിക്ക് പകരം. ഞാൻ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്, കാരണം അതൊരു ടേസ്റ്റ് കൂടുതലാണ്. ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്ത് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണം പോയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ ചിക്കൻ ഒരു വൈറ്റ് കളറായി വരും, അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ, തീ കുറച്ചല്ല മീഡിയം ഫ്ലെയിമിൽ, മീഡിയം ഹൈ ഫ്ലെയിം വെച്ചോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒട്ടും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നല്ലപോലെ ഒരു 5 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ ആ ഒരു ഫ്ലേവറൊക്കെ ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതിൽ വെള്ളം ഉണ്ടായി വന്നത് കണ്ടില്ലേ? ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ എപ്പോഴും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ചിക്കൻ ഒരു അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ കേട്ടോ. ഇപ്പോൾ ഇതവിടെ ചിക്കൻ ഒരു 80% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ആ മസാല ശരിക്കും ചിക്കനിൽ അങ്ങ് പിടിക്കുകയുള്ളൂ. നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി, ലോ ഫ്ലെയിമിൽ വേണ്ട. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ചിക്കൻ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഈ ചിക്കൻ ഒന്ന് ടോസ് ചെയ്തെടുക്കാം, നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി തക്കാളി സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സോയ സോസ് 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ.
സോയ സോസ് ചേർത്തതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം സോയ സോസിൽ എന്തായാലും ഉപ്പുണ്ടാവും. ഈ ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞു കൊടുത്തതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. കാരണം നല്ല തക്കാളി ഇട്ടുകൊണ്ട് ചിക്കനിൽ കുറച്ച് ഈർപ്പമുണ്ട്. അപ്പം ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വെർഷനാണ്, ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ചേരുവകളൊന്നും ഇതിനാവശ്യമില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണിത്. കുരുമുളക് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അളവിനനുസരിച്ച് കുരുമുളക് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ വലിയുള്ളി ഉപയോഗിക്കാം. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.